ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ലേൺവൈസ് മോഡൽ എക്സാമിനെ കുറിച്ചാണ്. സോ ഓൾറെഡി നമുക്കറിയാം, വരുന്ന ജൂൺ ടേം എക്സാമിനേഷൻ 2026 ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എല്ലാ വട്ടവും ടേം എക്സാമിനേഷനോട് അനുബന്ധിച്ച് ലേൺവൈസ് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ ലേണേഴ്സിലേക്ക് റോൾ ഔട്ട് ചെയ്യാറുണ്ട്. ഇഗ്നോ ഫോക്കസ്, മോഡൽ എക്സാം, ഇത് കൂടാതെ എക്സാമിനോടനുബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രഷറോ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നും, അതുപോലെ ടൈം എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം, സ്ട്രെസ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അപ്രോച്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വ്യത്യസ്ത ലൈവ് സെഷൻസും ലേൺവൈസ് നടത്തി വരുന്നുണ്ട്. ഈ സെഷൻസ് ആയാലും ഇനിഷ്യേറ്റീവ്സ് ആയാലും നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യുന്നവയും അതുപോലെ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവയുമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലേൺവൈസ് ഇഗ്നോ മോഡൽ എക്സാം 5.0 പറ്റിയാണ്. 2024 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷനിൽ തുടങ്ങി 2024 ഡിസംബർ, 2025 ജൂൺ ആസ് വെൽ ആസ് ഡിസംബർ എക്സാം സൈക്കിളുകളൊക്കെ തന്നെ വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആണ് വരുന്ന ജൂൺ 2026 ടേം ആൻഡ് എക്സാമിനേഷൻ ആയിട്ട് നമ്മൾ നമ്മുടെ ലേൺവൈസ് ലേണേഴ്സിലേക്ക് എത്തിക്കുന്നത്. മോഡൽ എക്സാമിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള ലേൺവൈസ് ഇഗ്നോ മോഡൽ എക്സാം 5.0യുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. മോഡൽ എക്സാം 5.0യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ലേൺവൈസിലെ ലേണേഴ്സിന്റെ എണ്ണം കൂടി വരികയാണ്. ലേണേഴ്സിന് താല്പര്യമുള്ള കോഴ്സുകളും കൂടി വരികയാണ്. സോ ലേണേഴ്സിന്റെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള കോഴ്സുകളും അതുപോലെ തന്നെ അവർക്ക് എടുക്കാൻ താല്പര്യമുള്ള വ്യത്യസ്ത പേപ്പറുകളും ലേണേഴ്സ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാറുമുണ്ട്. അങ്ങനെ ലേണേഴ്സിന്റെ താല്പര്യപ്രകാരം നമ്മൾ പുതുതായി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്കുള്ള മോഡൽ എക്സാംസ് ഉൾപ്പെടുത്തി ഈ വട്ടം ഇതുവരെയുള്ള മോഡൽ എക്സാമിന്റെ എഡിഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് മോഡൽ എക്സാം 5.0യിലാണ്. 36 കോഴ്സുകളിലായിട്ട് 100-ലേറെ മോഡൽ എക്സാംസ് ആണ് മോഡൽ എക്സാം 5.0യുടെ ഭാഗമായിട്ട് ഈ വട്ടം ലേൺവൈസ് തയ്യാറാക്കിയിരിക്കുന്നത്. മുമ്പത്തെ ലേൺവൈസ് മോഡൽ എക്സാംസ് എടുത്തവർക്കും അതുപോലെ തന്നെ ലേൺവൈസിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കും അറിയാം, ലേൺവൈസിലെ ലേണേഴ്സിനായിട്ടാണ് നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തു വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള 100ഓളം വരുന്ന പേപ്പറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് തിരഞ്ഞെടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രജിസ്ട്രേഷനും മറ്റ് പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇഷ്ടപ്പെട്ട പേപ്പേഴ്സ് എല്ലാം തന്നെ സെലക്ട് ചെയ്ത ശേഷം എങ്ങനെയാണോ ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് അതേ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതേ രീതിയിലുള്ളൊരു വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് സൂം ത്രൂ ടൈം ബൗണ്ട് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മോഡൽ എക്സാം നടത്തപ്പെടുക. ഇനി മോഡൽ എക്സാം നമുക്ക് ചുമ്മാ ഇരുന്ന് എഴുതാൻ പറ്റില്ല, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നതിനായിട്ട് ഇൻവിജിലേറ്ററെയും ലേൺവൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂണിൽ എഴുതാൻ പോകുന്നത് അതേ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു വിർച്വൽ എക്സാം ആണ് ലേൺവൈസിന്റെ മോഡൽ എക്സാം. ടേം ആൻഡ് എക്സാമിനേഷൻ ആദ്യമായി എഴുതുന്നവരാണെങ്കിലും ഇനി മുമ്പ് എഴുതിയിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു പരീക്ഷ പോലെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മറ്റൊരു പരീക്ഷ എഴുതി നിങ്ങൾ എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാമിനെ ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ പാർട്ടിലും വളരെയധികം അഡ്വാൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷനിൽ നിങ്ങളുടെ പരീക്ഷയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂറാണെന്ന് കരുതുക. ലേൺവൈസ് ഒരുക്കിയിരിക്കുന്ന മോഡൽ എക്സാമിലും നിങ്ങളുടെ എക്സാമിന്റെ ഡ്യൂറേഷൻ 3 മണിക്കൂർ തന്നെ ആയിരിക്കും. സോ അങ്ങനെ ടൈം ബൗണ്ട് ആയിട്ടും അതുപോലെ തന്നെ ഇൻവിജിലേറ്റേഴ്സിന്റെ സൂപ്പർവിഷനോട് കൂടിയും ഒരു പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും തന്നെ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരായിരിക്കും, നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവരുമായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രധാന പരീക്ഷയ്ക്ക് മുമ്പ് അതേപോലെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു മോക്ക് എക്സാം എഴുതുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളത്. അങ്ങനെ ഒരു മോക്ക് എക്സാമും അല്ലെങ്കിൽ പല മോക്ക് എക്സാമും എഴുതി ഒരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്ന ഒരു ലേണർക്കുള്ള കോൺഫിഡൻസും അവർക്ക് അവരുടെ പ്രിപ്പറേഷനിലുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അങ്ങനെ മോക്ക് എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാം എഴുതി കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമ്മളുടെ ആക്ച്വൽ എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഒരു പ്രൂവൺ ഫാക്ട് തന്നെയാണ്. ഇഗ്നോ മോഡൽ എക്സാം 5.0യുടെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇതിന്റെ മുമ്പത്തെ 4 എഡിഷൻ വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ പേപ്പേഴ്സ്, ഏറ്റവും കൂടുതൽ മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്ന എഡിഷൻ ഈ ഒരു 5.0യിൽ തന്നെയാണ്. 36 കോഴ്സുകളിലായിട്ട് 100-ലേറെ മോഡൽ എക്സാംസ് ആണ്
ലേൺവൈസ് ഇഗ്നോ മോഡൽ എക്സാം 5.0യുടെ ഭാഗമായിട്ട് ഈ വട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലുമായി വന്നിട്ടുള്ള അല്ലെങ്കിൽ പുതുതായി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പേപ്പേഴ്സിന്റെ മോഡൽ എക്സാം ലേൺവൈസ് നടത്തുന്നത്. അങ്ങനെ മോഡൽ എക്സാമിനെ പറ്റി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്ത ശേഷം പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പരീക്ഷ വളരെ ഭംഗിയായിട്ട് എഴുതുന്നു. ഇനി അടുത്തത് എന്ത്? അതാണ് നമ്മളുടെ എല്ലാ മോഡൽ എക്സാംസ് എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ ആണ്, വിച്ച് ഇസ് സെൽഫ് ഇവാലുവേഷൻ ഗൈഡ്സ്. ലേൺവൈസ് മോഡൽ എക്സാംസിന്റെ മുമ്പത്തെ എഡിഷൻസ് പോലെ തന്നെ 5.0യിലേക്ക് വരുമ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ലേൺവൈസ് സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, എന്തിനാണ് സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് തരുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളത്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ എഴുതുന്ന പരീക്ഷ നമ്മൾ തന്നെ വിലയിരുത്താനാണ് ഈ സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വിലയിരുത്തേണ്ടുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാലും കോളേജ് എടുത്തു കഴിഞ്ഞാലും എല്ലാം തന്നെ പരീക്ഷ നടത്തുന്നതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവും. പരീക്ഷ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അതേ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ഈ മാനദണ്ഡങ്ങൾ അറിഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൂടുതൽ മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് താൻ. കാരണം എന്ത് എഴുതണ്ട, എത്രത്തോളം എഴുതണം, എത്രത്തോളം കാര്യങ്ങളാണ് ഒരു ഉത്തരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് അത് ലഭിക്കുന്നതിലൂടെ നമ്മൾക്ക് നമ്മളുടെ ആൻസേഴ്സ് വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനും ഇൻവിജിലേറ്റർക്ക് ആവശ്യമായുള്ള രീതിയിൽ തന്നെ അത് എഴുതാനും സാധിക്കുന്നതാണ്. നമ്മൾ എഴുതിയിരിക്കുന്ന ഉത്തരങ്ങൾ എങ്ങനെയാണോ ഇഗ്നുവിലെ ഒരു ഇൻവിജിലേറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ നമ്മളുടെ ഉത്തരങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എഴുതിയിരിക്കുന്ന ഉത്തരങ്ങളെല്ലാം തന്നെ ശരിയാവുമ്പോഴും ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾക്ക് കിട്ടുന്ന എൻറിച്ചിങ് എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ വലുതാണ്. ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആവുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു സെൽഫ് ഇവാലുവേഷൻ ഗൈഡിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ, നമ്മളുടെ ഉത്തരങ്ങൾ നമ്മൾ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ, അതിലെ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഇൻസൈറ്റ്സ് ലഭിക്കുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയും ഇത് ആക്ച്വൽ പരീക്ഷ വരുന്ന സമയത്ത്, വരുന്ന ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ വരുമ്പോൾ അതിലത് അപ്ലൈ ചെയ്യാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്പിയർ ചെയ്ത മോഡൽ എക്സാമിന്റെ ആൻസർ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ പ്രിപ്പറേഷനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ പരീക്ഷ എഴുതാനുള്ള നിങ്ങളുടെ കോൺഫിഡൻസും ഈ ഒരു മോഡൽ എക്സാമിലൂടെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനാവും. ലേൺവൈസ് ഇഗ്നോ മോഡൽ എക്സാം 5.0 എന്നുള്ളത് നമ്മുടെ ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ യാതൊരു കാരണവശാലും ഈ ഒരു പരീക്ഷ മിസ്സാവുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. 6 ദിവസങ്ങളിലായി നടക്കുന്ന 100-ലേറെ മോഡൽ എക്സാംസ്. സോ അതിൽ മേ ബി 1-2 ദിവസം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ബാക്കിയുള്ള 4 ദിവസങ്ങളിലായിട്ട് നിർബന്ധമായും നിങ്ങൾ പരമാവധി പേപ്പേഴ്സ് എഴുതുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് വെച്ച് അതിനെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനോടകം തന്നെ അക്കാഡമിക്സ് ഡിവിഷൻ തന്നിട്ടുള്ള സർക്കുലർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിൽ ഓരോ ദിവസവും ഏതൊക്കെ മോഡൽ എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, ഏത് സ്ലോട്ടിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു സ്ലോട്ടിൽ തന്നെ പറ്റുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും സൂം ത്രൂ ആയതുകൊണ്ട് സൂമിൽ കയറി ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എക്സാം എഴുതുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടെ പ്രത്യേകം ഓർക്കുക. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ ടൈം ടേബിൾ കാണാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കുലർ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കയറി കഴിഞ്ഞാലും ടൈം ടേബിൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സിനെയും LSEസിനെയും കണക്ട് ചെയ്തിട്ട് ടൈം ടേബിൾ ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതുമാണ്. ഒരു കാര്യം കൂടെ ഓർക്കുക, ലേൺവൈസ് ഇഗ്നോ മോഡൽ എക്സാം 5.0 കണ്ടക്ട് ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായി വരുന്ന ജൂൺ 2026 ടേം ആൻഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാനുള്ള ലേണേഴ്സിനായിട്ടാണ്. ആ ഒരു എക്സാമിൽ അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. എല്ലാ ലേൺവൈസ് ലേണേഴ്സിനും ഈ ഒരു അവസരം ഉപയോഗിക്കാവുന്നതാണ്. ഡേറ്റ് ഷീറ്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുന്ന കരുതുന്നു. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സൂം ത്രൂ ആണ് നമ്മളുടെ എല്ലാ മോഡൽ എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ കാണുന്ന പേപ്പറുകൾക്കെല്ലാം തന്നെ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ എല്ലാ പ്രോഗ്രാമുകളിലും മോഡൽ എക്സാംസ് അവൈലബിൾ ആണ്. സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് തന്നിരിക്കുന്ന സർക്കുലർ അല്ലെങ്കിൽ ടൈം ടേബിൾ എന്തായാലും എടുത്തു നോക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, മോഡൽ എക്സാം എഴുതണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോടും അതുപോലെ തന്നെ എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരോടും ഒരുപോലെയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നതും വ്യത്യസ്തമായിരിക്കും. ചിലർ വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും,
ചിലർ ഒരുപക്ഷെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച അത്രയും പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. ചിലർ പഠിച്ച് തുടങ്ങുന്നുണ്ടാവുകയുള്ളൂ. ചിലർ ഇത് എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ വരെ ഈ കൂട്ടത്തിലുണ്ടാവും. ജീവിത സാഹചര്യങ്ങൾ കൂടാതെ ആ ഒരു വിഷയത്തിലുള്ള നമ്മളുടെ പരിജ്ഞാനം, ഞാൻ പുതുതായിട്ട് എടുത്ത ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ എനിക്കതിൽ ഒന്നും തന്നെ അറിയണമെന്നില്ല. അതുപോലെ തന്നെ വളരെ വൈകി ജോയിൻ ചെയ്തവരുണ്ടാവും. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് 2-3 മാസം മുന്നേ മാത്രം കോഴ്സിൽ ജോയിൻ ചെയ്തവരൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷനിൽ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള പേപ്പറുകളൊക്കെ ആണെങ്കിൽ അപ്പിയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ മോഡൽ എക്സാം എഴുതാൻ തീരുമാനിച്ചിട്ടുള്ള ലേണേഴ്സിനെ ആയിക്കൊള്ളട്ടെ, ഇനി വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിനെ ആയിക്കോട്ടെ, അലട്ടുന്നുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിലവിൽ നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളത് എത്രയും ആവട്ടെ, കൂടുതലോ കുറവോ എങ്ങനെയായിരുന്നാലും നിങ്ങൾ മോഡൽ എക്സാം എന്നുള്ളത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളൊന്നും തന്നെ അതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതും അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രിപ്പറേഷന്റെ ഒരു ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനും ഈ ഒരു മോഡൽ എക്സാമിന് സാധിക്കും. എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ മോഡൽ എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളതും അതിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസും അതിലൂടെ കിട്ടുന്ന കോൺഫിഡൻസും യൂസ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇനി നല്ല രീതിയിൽ പോകുന്ന പ്രിപ്പറേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എക്സാം ഹോളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, മോഡൽ എക്സാം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ലേൺവൈസ് ഇഗ്നോ മോഡൽ എക്സാം 5.0 നിങ്ങൾക്ക് എഴുതാവുന്ന പരമാവധി പേപ്പർ നിങ്ങൾ എഴുതുക. അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ വരുന്ന ജൂൺ 2026 ടേം ആൻഡ് എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ ലേണേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ മോഡൽ എക്സാം എന്നെല്ലാം തന്നെ കിട്ടുന്ന എക്സ്പീരിയൻസ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് കൃത്യമായിട്ട് എക്സാം ഹോളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എക്സാം ഹോളിൽ അത് കാണിക്കുക. ഇത് ഒരു പരീക്ഷ മാത്രമാണ്. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് മറ്റ് ടേം ആൻഡ് എക്സാമിനേഷൻസും അതുപോലെ മറ്റൊരുപാട് പരീക്ഷകളും എഴുതാനുണ്ട്. അവിടെ എല്ലാം തന്നെ ഈ മോഡൽ എക്സാം എന്നുള്ളതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ പരീക്ഷകളും ഈ ലെവൽ ഓഫ് കോൺഫിഡൻസോട് കൂടിയും ഈ ലെവൽ ഓഫ് പ്രിപ്പറേഷനോട് കൂടിയും തന്നെ എഴുതാൻ സാധിക്കട്ടെ എന്ന് ഞാനും അതുപോലെ തന്നെ ലേൺവൈസും ആശംസിക്കുകയാണ്. ഇതോടുകൂടി ലേൺവൈസ് ഇഗ്നോ മോഡൽ എക്സാം 5.0 എന്താണെന്നുള്ളതും എങ്ങനെ മോഡൽ എക്സാമിനായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതും ഏത് രീതിയിലാണ് മോഡൽ എക്സാം തയ്യാറാക്കിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സോ ഒരിക്കൽ കൂടെ ജൂൺ 2026 എഴുതാൻ തീരുമാനിച്ചിട്ടുള്ള എല്ലാ ലേണേഴ്സിനും, മോഡൽ എക്സാം എഴുതാൻ തീരുമാനിച്ചിട്ടുള്ള എല്ലാ ലേണേഴ്സിനും എൻ്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും ഓൾ ദി വെരി ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യുക.